ശബരിമലയിൽ തിരുവോണ സദ്യ ഈ വർഷം മുതൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നേരിട്ട് നടത്തും. ആദ്യമായാണ് തിരുവോണ സദ്യ ദേവസ്വം ബോർഡ് നേരിട്ട് നടത്തുന്നത്. ഓണസദ്യയുടെ പേരിലുള്ള സ്പോൺസർഷിപ്പ്, പൂക്കളും പണപ്പിരിവുകളും ഒഴിവാക്കാനാണ് തീരുമാനം. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുകയാണ്. ഗോകുൽ, ആദ്യമായാണ് ദേവസ്വം ബോർഡിന്റെ നേരിട്ടുള്ള ഇടപെടൽ. ഏത് തരത്തിൽ ഈ ഓണസദ്യ നടത്താനാണ് നിലവിൽ നീക്കം? അതായത് മുൻ വർഷങ്ങളിൽ ദേവസ്വം ബോർഡ് ആയിരുന്നില്ല തിരുവോണ ദിവസം ഓണസദ്യ നടത്തിയിരുന്നത്. അവിടെ മറ്റ് സന്നദ്ധ സംഘടനകൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പോലീസിന്റെയൊക്കെ ഭാഗത്ത് നിന്നത്തെ തിരുവോണ സദ്യകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏതായാലും ഈ വർഷം മുതൽ അത് വേണ്ട, ദേവസ്വം ബോർഡ് നേരിട്ട് തിരുവോണ സദ്യ നടത്തുമെന്നുള്ളൊരു തീരുമാനമാണ് ഇപ്പോൾ ബോർഡ് കൈക്കൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഈ രീതിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തിരുവോണ സദ്യ ശബരിമലയിൽ നടത്താനായിട്ട് ഒരുങ്ങുന്നത്. ഈ ദിവസം തിരുവോണ ദിവസം ശബരിമലയിൽ എത്തുന്ന മുഴുവൻ തീർത്ഥാടകർക്കും സദ്യയായിട്ട് തന്നെ അന്നദാനം നടത്തുമെന്നുള്ളതാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. മുമ്പ് ഇത്തരത്തിൽ ഈ സന്നദ്ധ സംഘടനകളുടെ ഒക്കെ നേതൃത്വത്തിൽ സദ്യ നടക്കുമ്പോൾ അത് സ്പോൺസർഷിപ്പ് ഒക്കെ അതിന്റെ പേരിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അനധികൃതമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളൊക്കെ ഒഴിവാക്കാനും സ്പോൺസർഷിപ്പ് ഇടപാടുകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ബോർഡ് നേരിട്ട് സദ്യ നടത്താനായിട്ടുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഔദ്യോഗിക ജീവനക്കാരടക്കം ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ശരി, ഗോകുൽ രമേശാണ് വിശദാംശങ്ങൾ നൽകിയത്.